നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആര്യ രാജേന്ദ്രനെയും സച്ചിനെയും വിവാദങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പാർട്ടി ഇറക്കിയതാണ് എ റഹീമിനെ. എന്നാൽ വന്നിരുന്ന ആധികാരികമായി മണ്ടത്തരം പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികളുടെ വരെ വായിലെ പിരി വെട്ടിച്ചിട്ടാണ് റഹീം ആ വഴിക്കങ്ങ് പോയത്. ഇപ്പോൾ ന്യായീകരണ തൊഴിലാളികൾ വാരി വിതർന്ന ക്യാപ്സൂളുകൾ ബൂമറാങ്ങായി തിരിച്ചടിക്കുകയാണ്. സച്ചിൻ ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് പോകാനാണെന്ന ഡയലോഗാണ് റഹീം അടിച്ചത്. തൊട്ടുപിന്നാലെ ട്രോൾ, MLA-മാർക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ ഇക്ക എന്ന്. കയ്യിൽ നിന്ന് പോയി ഇനി നിന്ന് ഉരുളണ്ട, പുതിയ ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ട് വരാൻ പൊങ്കാല. ന്യായീകരിക്കാൻ വന്ന് റഹീം കുളമാക്കിയതോടെ പാർട്ടി ഇപ്പോൾ അതിനേക്കാൾ വലിയ ദേഷ്യത്തിൽ. MV ഗോവിന്ദൻ കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. ഇനി ഈ വിവാദത്തിൽ അണികളും നേതാക്കളും പ്രതികരിച്ചു പോകരുതെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറിയെന്ന എ റഹീം MP-യുടെ വാദം ബാലിശമായി പോയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ബസ്സിൽ കയറി ടിക്കറ്റാണ് MLA ആവശ്യപ്പെട്ടതെന്ന റഹീമിന്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായിട്ടുണ്ട്. സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി. ഇത്തരത്തിലെ പ്രതികരണങ്ങൾ പാടില്ല. റഹീമിന്റെ അടുപ്പക്കാരനാണ് ആ ബസ്സിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നാണ് നിർദ്ദേശം. മേയർക്കും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. യദുവിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് പോലീസിനും സർക്കാരിനും തിരിച്ചടിയാണ്. KSRTC ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് SHO-യ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. KSRTC മാനേജിംഗ് ഡയറക്ടറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാൻഡിംഗ് ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് മെയ് 9 കേസ് പരിഗണിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLA-യുമായ സച്ചിൻ, അരവിന്ദ്, കണ്ടാൽ അറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് യദുവിന്റെ പരാതി. യദുവിന്റെ പരാതിയെ സാധൂകരിക്കുന്നതാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ. യദു കോടതിയെ സമീപിച്ചാലും ഈ നിലപാടുകൾ പോലീസിനും തിരിച്ചടിയായി മാറും. ഏപ്രിൽ 27 KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഏപ്രിൽ 27 രാത്രിയിൽ 10:30 കണ്ടോൺമെന്റ് SHO-യ്ക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും. എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തുവെന്നാണ് പരാതി. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലപാട് നിർണായകമാകും. യദു തെറ്റുകാരനല്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ റിപ്പോർട്ടിനൊപ്പം ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡും വേണമെന്ന് ആവശ്യപ്പെട്ടു. കാണാതായ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിക്കാൻ KSRTC MD-ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേയറും MLA-യും ആരോപിക്കുന്നത് പോലുള്ള കുറ്റങ്ങൾ യദു ചെയ്തതായി കണ്ടെത്താനായില്ല എന്നാണ് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ. മേയറാണെന്ന് ആര്യ പറഞ്ഞതിന് ശേഷവും യദു പ്രോട്ടോകോൾ പാലിക്കാതെ സംസാരിച്ചു. അതുമാത്രമാണ് യദുവിന്റെ ഭാഗത്ത് കണ്ടെത്തിയ ഏക കുറ്റമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.